ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതെന്തിൻ്റെ ഇലയാണെന്ന് മനസ്സിലായോ? ഇത് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി കാണും. നോർത്ത് ഇന്ത്യയിൽ വിൻ്റർ സമയത്ത് സുലഭമായി കിട്ടുന്നൊരു ഇലയാണ്. ഇതിൻ്റെ പേര് ബത്വ എന്നാണ്. വൈൽഡ് സ്പിനാച്ച് എന്ന് പറയും. പിന്നെ മലയാളത്തിൽ ഇതിന് പരിപ്പ് ചീര എന്ന് പറയും. പരിപ്പിൻ്റെ കൂടൊക്കെ ഇട്ട് കറി വെക്കാൻ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വളരെ വിറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വിറ്റമിൻ എ, ബി, സി എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞാനിന്നിവിടെ റൈത്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇലയെല്ലാം പറിച്ച് കഴുകി വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കണം. ഇതുകൊണ്ട് പൊറാട്ട ഉണ്ടാക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ ഈ ഇലയെല്ലാം ഒന്ന് വെന്ത് കിട്ടും. ഇതെല്ലാം നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി തണുപ്പിച്ച് വെക്കണം. തണുപ്പിച്ചിട്ട് മിക്സിയിലിട്ട് അരയ്ക്കണം. ഇനി റൈത്തയ്ക്ക് ആവശ്യമായിട്ടുള്ള തൈര് എടുക്കാം. തൈര് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് ഈ അരച്ച് വെച്ച ഇലയും അതിൻ്റെ അകത്ത് ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി മിക്സിലോട്ട് കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചത്, അല്പം ബ്ലാക്ക് സോൾട്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി താളിക്കാനായിട്ട് ഒരല്പം നെയ്യ് എടുത്ത് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് ഒരല്പം ജീരകമിട്ട് മൂപ്പിച്ച് അതിലോട്ട് മുളക് പൊടി ചേർക്കണം. ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചിട്ട് ഇത് നമുക്ക് റൈത്ത ഉണ്ടാക്കി വെച്ചതിൻ്റെ മുകളിൽ ഒഴിക്കണം. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോയിൽ കാണാം.